പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ആഴ്ച രസകരമായൊരു സംഭവം ഉണ്ടായി. ഐ ലോസ്റ്റ് മൈ ഫേസ്. ഞാൻ ആകെ ചമ്മിപ്പോയി. എങ്ങനെ ചമ്മിയെന്നറിയാമോ? എൻ്റെ കൂടെ പഠിച്ച ഒരാളെ ഞാൻ കണ്ടു. ഒരു 5 മാസം മുമ്പ് ഞാൻ അവിടെ കല്യാണത്തിൽ പങ്കെടുത്തതാണ്. പിന്നീട് കാണാനൊന്നും പറ്റിയില്ല, വല്ല തിരക്കിലായി പോയി. അവൾ ഓവർസീസിലാണ് പഠിച്ചത്. നാട്ടിൽ വന്നു, കല്യാണം വിളിച്ചു പോയി. പിന്നീട് സംസാരിക്കുന്ന അവസരം കിട്ടിയില്ല. അപ്പോൾ അവിടെ ഭർത്താവിനെ പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. അപ്പോൾ ആ ഒരു കോഫി ഷോപ്പിൽ വെച്ചാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത്. അപ്പോൾ ഞാനോട് ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷങ്ങൾ, സുഖമാണെന്ന് ചോദിച്ചപ്പോൾ അവളോട് ഒറ്റ അടിക്ക് പറഞ്ഞു, ഐ ആം ഓഫ് ദ ഡഫ്. ഞാൻ ഉടനെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അത് മൈൻഡ് ചെയ്യാതെ പോയി. അപ്പോൾ അവൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കി. എന്താടാ, നിനക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവളെ ചിരിച്ചിട്ടങ്ങ് വിട്ടു. ഓക്കെ, സംഭവം എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാനങ്ങ് തിരിച്ച് ചോദിച്ചതുമില്ല. ഏതാ തിരിച്ച് ഞാൻ ചോദിക്കണ്ടേ? മോശമല്ലേ? അറിയില്ല, നിങ്ങൾ ചോദിക്കണ്ടേ? ചോദിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്ന്. ഐ എം ഓഫ് ദ ഡഫ് എന്ന് പറഞ്ഞാൽ സംഭവം വേറൊന്നുമില്ല. അവൾ എന്നോട് പറഞ്ഞത് അവൾ പ്രഗ്നൻ്റ് എന്നാണ്. ഐ ആം പ്രഗ്നൻറ്റ് എന്ന് പറയുന്നതിന് പകരം അവൾ ഇംഗ്ലീഷിൽ പറഞ്ഞത് ഐ എം ഓഫ് ദ ഡഫ് എന്നാണ്. അതെ, ഇങ്ങനെയുള്ള ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു ബ്യൂട്ടി ഉണ്ടാകും. അതായത് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയില്ല, വളരെ മോശമായി പോയി. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞു തന്നു. കാരണം എനിക്കും പഠിക്കാം, നിങ്ങൾക്കും പഠിക്കാം. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ വെറുതെ ഭയന്നിരിക്കാതെ കം ഓൺ, വരൂ, ഒന്ന് ഇംഗ്ലീഷ് പഠിക്കൂ. ഡിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയല്ലേ. ഓക്കെ, ബൈ, സീ യു. അപ്പോൾ ഇനി നിങ്ങളുടെ ഭാര്യയോ നിങ്ങളൊക്കെ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ പറയാം,